60 വയസ്സുള്ള ഒരു റിട്ടയർഡ് ഗവൺമെൻറ് സർവൻ്റിൻ്റെ ഒരു കഥ ഞാൻ ഷെയർ ചെയ്യും. അദ്ദേഹം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തി. കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹത്തിന് ആകെയുള്ളൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ പ്രമേഹ രോഗമാണ്. അതൊരു വലിയ രോഗമായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. കാര്യം കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ജീവിതശൈലി മാറ്റങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റേതായ ചില ചിട്ടകളൊക്കെ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രമേഹവുമായിട്ട് ജീവിച്ചു പോകുന്നതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള വ്യക്തി ഒരു 20 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീൻ മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, ഡോക്ടർ അദ്ദേഹത്തിന് പറഞ്ഞു, താങ്കൾക്ക് കിഡ്നിയിൽ ചെറിയ ഡാമേജ് ഉണ്ട്, താങ്കളുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് ചെറിയ തകരാറുണ്ട്, തൻ്റെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തൻ്റെ രോഗ ചികിത്സയിൽ സ്വയം ഊറ്റം കൊണ്ടിരുന്ന അദ്ദേഹത്തിന് അതൊരു ഷോക്കായിട്ടാണ് തോന്നിയത്. ഞാൻ സർപ്രൈസ്ഡായി, കുറച്ച് ഡിപ്രസ്ഡായി. അദ്ദേഹം ന്യായമായി ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എന്താ ചെയ്യുക, ഡോക്ടറോട് ചോദിക്കും ഇത് എന്തുകൊണ്ട് സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർക്ക് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു പ്രമേഹ രോഗത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് ബ്ലഡ് ഷുഗർ ഇത്ര കൃത്യമായി കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ഇത്രയും കാലം 20 വർഷവും ഞാൻ കൃത്യമായി കൊണ്ടു നടന്നിട്ടും എങ്ങനെ എൻ്റെ ശരീരത്തിനുള്ളൊരു അവയവത്തിന് ഇങ്ങനൊരു കേടുപാട് സംഭവിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വ്യക്തിയുടെ ഒരു ചികിത്സയിൽ എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് ഈ വ്യക്തിയുടെ ചികിത്സാ രീതികളെ നമുക്ക് എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് ശരിക്ക് ഒരു ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു അപ്രോച്ച് ടു ഹെൽത്തിൻ്റെ റിലവൻസ് വരുന്നത്. ഡോക്ടർ സുധീർ അദ്ദേഹം ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറാണ്. പക്ഷേ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹാർമണിയിൽ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഈ ഫങ്ഷണൽ അപ്രോച്ചാണ്. അപ്പോൾ ഡോക്ടർ സുധീർ എന്താണ് ആക്ച്വലി ഈ ഫങ്ഷണൽ അപ്രോച്ച്, അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഒരു ഫങ്ഷണൽ മെഡിസിൻ വർക്ക് ചെയ്യുന്നത്? ചുരുക്കത്തിൽ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് വൈ കമ്പയർഡ് ടു ദ മോഡേൺ മെഡിസിൻസ് സയൻസ് ഓഫ് വാട്ട്. അല്ല, ഒന്നും കൂടെ വിശദീകരിക്കാം. ഇപ്പോൾ ഇവിടെ ഈ വ്യക്തി, ഇപ്പം നമ്മൾ നേരത്തെ ഷെയർ ചെയ്ത സ്റ്റോറിയിൽ ഒരു കൺവെൻഷണൽ പ്രാക്ടീസിൽ അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ ഉള്ള മുൻപിൽ ഒരു ക്ലിനീഷ്യന് മുമ്പിലുള്ള പ്രധാന ചോദ്യം എന്താണ് അദ്ദേഹത്തിൻ്റെ അസുഖം. അവിടെ നിന്ന് മാറി നമ്മൾ ആ ചോദ്യത്തിൻ്റെ രൂപം ഭാവമായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ അസുഖമാണ്, പ്രമേഹം എന്തുകൊണ്ടുണ്ടായി. ഈ ഒരു അപ്രോച്ചിൽ വി ഗോ അ ബിറ്റ് ബാക്ക്, അല്ലെങ്കിൽ അതിനെ ഒരു അപ്സ്ട്രീം അപ്രോച്ച് എന്നാണ്. ഇപ്പോൾ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സമയത്ത് പഠിക്കുമ്പോൾ, ബേസിക് സയൻസസ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആരാധനയോട് നോക്കിയിരുന്നത് എന്തൊക്കെ രോഗങ്ങളാണെന്ന് കണ്ടുപിടിക്കുന്ന ക്ലിനീഷ്യൻസിനെ നോക്കിയിട്ടാണ്. കാര്യം നമ്മൾ അൾട്ടിമേറ്റ്ലി എത്താൻ ആഗ്രഹിക്കുന്ന അവിടെയാണ്. ഓരോരുത്തരും രോഗനിർണയം ചെയ്യുക, പിന്നീട് അതിനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ആ രോഗത്തിൻ്റെ പേരുകൾ ഇടുക. അങ്ങനെ പേരുകൾ ഇടുന്ന ഒരു ശാസ്ത്രീയമായ സിസ്റ്റം ഉണ്ട്. അതിനെ ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്നാണ് പറയുന്നത്. അതിനൊരു മാനുവലുണ്ട്, അതിന് കോഡ്സ് ഉണ്ട്. ഇന്ത്യയിൽ അത്ര ശക്തമായി ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും വെളിയിൽ ഏത് അസുഖം ഡയഗ്നോസ് ചെയ്താലും അതിനൊരു കോഡ് അസൈൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ICDയുടെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് ഓൾമോസ്റ്റ് 14,000-ൽ പരം കോഡുകളാണ്. അപ്പോൾ നൗ യു കെയിം ആസ് എ പേഴ്സൺ, നൗ യു ഗോ ബാക്ക് ആസ് എ കോഡ്. ഓക്കെ, ബിക്കോസ് നൗ വി ഹാവ് നെയിംഡ് ദ കണ്ടീഷൻ. അടുത്തത് ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു തരത്തിൽ പറഞ്ഞാൽ വി ആർ ബ്ലെയിമിങ് ദ കണ്ടീഷൻ. സോ നെയിമിങ്, blaming and blaming, then we do the most brilliant thing that modern medicine can do. We try to tame the condition. അതിനെ പിന്നെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ അപ്രോച്ച്, ഈ ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്, ഫങ്ഷണൽ മെഡിസിൻ വോണ്ട് ടു എസ്കേപ്പ് ദ ടിറണി ഓഫ് ഡയഗ്നോസ്. ഒരു പേര് അസൈൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി, വാട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി വൈ എന്നുള്ള ചോദ്യത്തിലേക്ക് കണ്ടീഷൻ്റെ പേരിന് വലിയ പ്രാധാന്യമില്ല. സോ ഇറ്റ്സ് ജസ്റ്റ് എ നെയിം, ഒരു പേര് മാത്രം. സോ വാട്ട് ഹാപ്പൻഡ് ഇൻസൈഡ് ദാറ്റ് പേഴ്സൺ, അദ്ദേഹത്തിൻ്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് എൻ്റെ കിഡ്നിക്ക് തകരാറുണ്ടായി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രമേഹം എന്താണെന്നും അത് എവിടെ നിന്ന് തുടങ്ങി, എന്ന് മുതലാണ് അദ്ദേഹത്തിന് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഷുഗർ കൺട്രോൾ എന്ന് പറയുന്ന ബ്ലഡ് ഷുഗർ കൺട്രോൾ എവിടെ വെച്ച് താളം തെറ്റി, എന്തുകൊണ്ട് താളം തെറ്റി, അതിൽ അദ്ദേഹത്തിൻ്റെ ജീൻസും അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി എൻവയൺമെൻറ്റും എല്ലാം എന്തൊക്കെ റോൾ വഹിച്ചു, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ പുറകോട്ട് തിരിച്ചുപോയി അവിടെ നിന്നുള്ള കറക്ഷൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ഫാർമക്കോതെറാപ്പി, മരുന്നുകളുടെ ചികിത്സയിലേക്കാണ് അദ്ദേഹം. സോ ദിസ് ഈസ് കോൾഡ് ഫങ്ഷണൽ മെഡിസിൻ. അപ്പോൾ ഇത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. കാരണം നിലവിലത്തെ ഒരുപക്ഷെ എല്ലാ പ്രമേഹ രോഗികൾക്കും നമ്മൾ എടുക്കുന്നത് ഓൾമോസ്റ്റ് സെയിം ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ഒരു കൺവെൻഷണൽ മെഡിസിനിൽ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും യൂണിഫോമായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്.
പക്ഷേ ഫങ്ഷണൽ മെഡിസിൻ അങ്ങനെയല്ല. കാരണം ഓരോ വ്യക്തികളിലും പ്രമേഹം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ടാവാം. അത് കണ്ടുപിടിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഒരു പക്ഷേ ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിറ്റക്റ്റീവ് ആയിരിക്കും. കറക്റ്റ്. പ്രമേഹ രോഗം എന്തുകൊണ്ടുണ്ടായി? ഒരു കാരണം കൊണ്ടാണ്. കാര്യം ജേം തിയറി തുടങ്ങിയത് മുതൽ മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടീഷനും ഒരു സിംഗിൾ സോളിഡ് റീസൺ കണ്ടെത്തുക, അതിനെ ചികിത്സ ചെയ്യുക എന്നുള്ളത്. എന്താ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താ ഈ ജേം തിയറി എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ലത്. അതായത് രോഗാണുക്കൾ, പ്രത്യേകിച്ച് ബാക്ടീരിയ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടുപിടിച്ച സമയത്ത് അതിൻ്റെ ചുവട് പിടിച്ചാണ് ആ ബാക്ടീരിയയെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ ആൻറ്റിബയോട്ടിക്സ്. സോ വൺ ഡിസീസ് വൺ കോസ്. ടി ബിയുടെ രോഗാണു കൊണ്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ടൊരു ചികിത്സ നമുക്ക് ഇപ്പോൾ വില്ലൻ ചുമ, ഡിഫ്തീരിയ അതിൻ്റെ രോഗാണു കൊണ്ടുണ്ടാകും. ഓക്കെ, അത് വൈറസ് ആകാം, പ്രോട്ടോസോ ആകാം, ഫംഗസ് ആകാം. ഇതിനെതിരെയുള്ള എല്ലാം ഫലപ്രദമായിട്ടുള്ള മോളിക്യൂൾസ് ഡെവലപ്പ് ചെയ്തപ്പോൾ മോഡേൺ മെഡിസിൻ വളരെ വേഗം ഫ്ലറിഷ് ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് പ്രമേഹം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിനൊരു സിംഗിൾ കോസ് ഇല്ല. അവിടെ സിംഗിൾ കോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൾട്ടി ഫാക്ടോറിയൽ പല കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. 2, ഒരു പോയിൻ്റിലല്ല ഇത് തുടങ്ങിയത്. പല സമയത്ത് നിന്നാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റിട്ടയർഡ് ഗവൺമെൻറ് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ജോലിയിലുള്ള സ്ട്രെസ്സാകാം, അദ്ദേഹം പലയിടത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടാകാം, പല രീതിയിലുള്ള ഭക്ഷണ രീതികൾക്ക് അദ്ദേഹം എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാകാം. എന്നും അദ്ദേഹം വീട്ടിലെ ഭക്ഷണം ആയിരിക്കില്ല കഴിച്ചത്. ലാക്ക് ഓഫ് എക്സസൈസ് ആണ്. ജോലി തിരക്ക് കാരണം പലപ്പോഴും വ്യായാമം എന്നുള്ള സംഗതിയെക്കുറിച്ച് അന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഒരു മോർണിംഗ് വാക്കിൽ അഭിമാനിക്കുന്ന വ്യക്തികളാണ് നല്ലൊരു ശതമാനം. അവരുടെ എക്സസൈസിൻ്റെ തുടക്കവും കൊടുക്കവും മോർണിംഗ് വാക്കാണ്. പക്ഷേ അവിടെ ഒരു പക്ഷേ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് എന്നോ അതിൽ ഡയബറ്റീസുള്ള ബെനിഫിറ്റിനെ കുറിച്ചും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പേശികളും ഗ്ലൂക്കോസ് കൺട്രോളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പല സമയത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ചുരുക്കത്തിൽ നമ്മൾ പറയാറുള്ളത് ആൻറ്റിസിഡൻസ്, ട്രിഗേഴ്സ് ആൻഡ് മീഡിയേറ്റേഴ്സ്. തുടങ്ങിയത് ചിലപ്പോൾ അദ്ദേഹത്തിന് ജനറ്റിക്കലി തന്നെ ഒരു പ്രീഡിസ്പോസിഷൻ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ജീൻസിൽ ഒരുപക്ഷെ ഡയബറ്റീസ് എഴുതി വെച്ചിട്ടുണ്ടാകും. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. എന്തോ ഒന്ന് അതിനെ ട്രിഗർ ചെയ്യും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതവും അതിനോടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായി വന്നതും ചെയ്യാൻ പറ്റാതെ പോയതുമായിട്ടുള്ള കാര്യങ്ങളാകും. അതേ കാര്യങ്ങൾ തന്നെ ആ രോഗാവസ്ഥ ഒരിക്കൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തട്ടി മുന്നോട്ട് കൊണ്ടുപോയതായിപ്പോൾ ഒരു കിഡ്നി ഡാമേജ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ എത്തി നിൽക്കുന്ന സമയത്താണ്. അതിന് മുമ്പിൽ വ്യക്തികൾ പൊതുവെ പകച്ചു നിൽക്കുകയാണ്. കാര്യം ഇതെവിടെ തുടങ്ങിയെന്ന് അറിയാത്തതുകൊണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സുധീർ പറഞ്ഞ പോലെ പ്രമേഹം എന്നൊരു അവസ്ഥയെ 10 പേർക്ക് കാണുന്ന അവസ്ഥ 10 തരത്തിലുള്ള കാരണങ്ങളിൽ നിന്നായിരിക്കാം മെമ്മറി ചെയ്തത്. മേ ബി അതൊരു ഡയറ്ററി റീസൺസ് ആയിരിക്കാം, ഭക്ഷണത്തിലുണ്ടായ വ്യത്യാസമായിരിക്കാം, ലാക്ക് ഓഫ് എക്സസൈസ് ആയിരിക്കാം, അത് സ്ലീപ്പ് ഡിസോർഡേഴ്സ് കൊണ്ടുവരാം, സ്ട്രെസ്സ് കൊണ്ടുവരാം, അത്തരത്തിലുള്ള പല മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പോൾ ഏത് ഫാക്ടറാണ് കണ്ടെത്തുന്നത് എന്നുള്ള ഒരു റോളാണ് ആക്ച്വലി ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണർ. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു ക്ലാസിക് എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ലത്താർജി തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഉറക്കത്തിന് ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പ് ഉണ്ടാകുന്നു, ആപ്പിറ്റേറ്റ് കുറയുന്നു, അല്ലെങ്കിൽ പുവർ സെക്സ് ഡ്രൈവ് ഉണ്ടാകുന്നു. നോർമലി ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസിലോട്ട് എത്തുന്നത് നേരത്തെ പറഞ്ഞ നെയിമിങ്ങിലോട്ട് എത്താൻ വി കോൾ ഇറ്റ് ദ നെയിം ഡിപ്രഷൻ. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, ഒരു ആൻറ്റി ഡിപ്രഷനിലോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ക്ലാസിക് ട്രീറ്റ്മെൻറ്റ്. അത് തെറ്റെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്രഷന് പല റീസൺസ് ഉണ്ടാകും. ഇപ്പോൾ മേ ബി ഗട്ട് മൈക്രോബയോമിലുള്ള വ്യത്യാസം കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അല്ലേ, ടോക്സിസിറ്റി ഉണ്ട്, പിന്നെ മെർക്കുറി പോയ്സണിങ്, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആസിഡ് ബ്ലോക്കേഴ്സ് പോലുള്ള മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വരാം, സ്ട്രെസ്സ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കുഞ്ഞു റോളുകൾ പ്ലേ ചെയ്തിട്ടുണ്ടാകും. മേ നോട്ട് ബി വൺ കോസ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ്റെ പ്രധാനപ്പെട്ട റോള് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കൽ മാത്രമല്ല, മറിച്ച് എന്തുകൊണ്ട് രോഗമുണ്ടായി എന്ന് കണ്ടെത്തുന്ന ഒരു റോളിലാണ് ആക്ച്വലി ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്.